പാണ്ഡുകുമാരനായ അർജുനനോടുള്ള ശത്രുതയിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗുരുവും ഉത്തമ വഴികാട്ടിയുമായി തീർന്ന ഗന്ധർവശ്രേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ നാമം അംഗാരവർണ്ണൻ. പാണ്ഡവരുടെ പതനം എന്ന ലക്ഷ്യത്താൽ കൗരവപ്രവീരനും ഗാന്ധാരരാജനും ചേർന്ന് അരക്കില്ലം എന്ന പദ്ധതിയുടെ അനന്തരഫലമായി ദേവപുത്രന്മാർക്കും ശ്രീകൃഷ്ണ പിതൃസഹോദരിക്കും 18 പുരാണങ്ങളുടെ കർത്താവിൻ്റെ ഉപദേശാർത്ഥം പാഞ്ചാലദേശത്തേക്ക് ഗമിക്കാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ ആ 6 പേരും ചേർന്ന് പാലായനം ചെയ്തു. ആ വേളയിൽ ഗംഗാനദി കടക്കേണ്ടതായി വന്നു. അങ്ങനെ ഗംഗാനദിയും താണ്ടി സോമസ്രവായം എന്ന ഭൂമിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു പൊയ്കയിൽ അംഗാരവർണ്ണ ഗന്ധർവൻ തൻ്റെ പത്നിമാരായ യക്ഷിമാരോട് ചേർന്ന് അനുരാഗയുക്തരായി പൊയ്കയിൽ നീരാടുകയായിരുന്നു. പന്തവുമേന്തി പാണ്ഡവരുടെയും കുന്തിമാതാവിൻ്റെയും മുൻപേ നടന്നത് ഇന്ദ്രപുത്രനായിരുന്നു. എന്നാൽ ആ ഇടം അതിഭീകരമായ നിഗൂഢതകൾ നിറഞ്ഞ ഭയമുളവാക്കുന്ന പ്രദേശമായിരുന്നു. പകൽ സമയത്ത് പോലും മനുഷ്യസ്പർശം ഏൽക്കാത്ത പ്രദേശവും കൂടിയായിരുന്നു അവിടം. അതിലെയായിരുന്നു ആ 6 മനുഷ്യർ കടന്നു വന്നത്. അത് കണ്ട് അംഗാരവർണ്ണൻ കോപിതനായി. അനുവാദമില്ലാത്ത ഇടത്തേക്ക് വന്നുപെട്ട മനുഷ്യരെ കൊന്നു തിന്നുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് ആക്രോശിച്ച് അംഗാരവർണ്ണനും പത്നിമാരായ യക്ഷികളും പാണ്ഡവാദികളുടെ നേരെ കുതിച്ചു. അംഗാരവർണ്ണാദികളുടെ ആക്രോശത്തിൽ പാണ്ഡവർ തെല്ലും ഭയന്നില്ല. ഗന്ധർവനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു. ആ വേളയിൽ പാർത്ഥൻ, അംഗാരവർണ്ണ ഗന്ധർവൻ, ഗന്ധർവലോകത്തു നിന്നും ധരണിയിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ ദിവ്യരഥം പൊയ്കയിലുണ്ടായിരുന്നു. ആ രഥം പൊയ്കയിൽ വെച്ച് തന്നെ ആഗ്നേയാസ്ത്രത്തിൽ ഭസ്മമാക്കി. ആഗ്നേയത്തിൻ്റെ പ്രഭാവലയം അംഗാരവർണ്ണന് താങ്ങാനാകുന്നതിലും ഉപരിയായിരുന്നു. അതേ കാരണത്താൽ ഗന്ധർവൻ മോഹാലസ്യപ്പെട്ടു. അങ്ങനെ വീണ അംഗാരവർണ്ണനെ വധിക്കുക എന്ന ലക്ഷ്യത്താൽ അർജുനൻ തൻ്റെ ആവനാഴിയിൽ നിന്നും അസ്ത്രമെടുത്ത് വില്ലിനോട് ചേർത്തു. തൊടുത്തുവിടാൻ തുനിയും ക്ഷണം അംഗാരവർണ്ണൻ്റെ വാമഭാഗമായ യക്ഷി കുംഭീനസി തൻ്റെ പ്രിയതമനെ വധിക്കരുതെന്ന് പറഞ്ഞു വിലപിച്ചു. അർജുനനു മുൻപാകെ മാപ്പപേക്ഷിക്കുന്നവനെയും സ്ത്രീക്രീഡ നടത്തുന്നവനെയും ബലഹീനനെയും വധിക്കരുത് എന്ന ആപ്തവാക്യം കുംഭീനസി അർജുനനെ ഓർമ്മപ്പെടുത്തി. ബോധരഹിതനായി വീണ ഗന്ധർവസുന്ദരനെ മോഹാലസ്യത്തിൽ നിന്നും മോചിതനാക്കി കാന്തേയൻ. തന്നെ വധിക്കാതെ വിട്ടയച്ച അർജുനനോട് കുംഭീനസിപതിക്ക് ഏറെ പ്രിയമായി. അവർ ഏവരും മിത്രങ്ങളായി തീരുകയും ചെയ്തു. പാണ്ഡവരുടെയും കുന്തിമാതാവിൻ്റെയും കഥ, അവരുടെ സാഹചര്യമെല്ലാം അംഗാരവർണ്ണനോട് അവർ ധരിപ്പിച്ചു. അതിൽ ദുഃഖിതനായ ഗന്ധർവൻ അർജുനന് ചാഷുഷി എന്ന മഹത്തായ വിദ്യ ഉപദേശിച്ചു നൽകി. ചാഷുഷി വിദ്യ എന്നാൽ ഒരു ദിവ്യമന്ത്രമാകുന്നു. ചാഷുസ് എന്നാൽ നേത്രമെന്നാകുന്നു. ചാഷുസി എന്ന വിദ്യ കാണാൻ ആഗ്രഹിക്കുന്ന എന്തിനേയും കാണാനാകുന്നു. അതിനി എത്ര കാതങ്ങൾ അകലെയുള്ള വസ്തുക്കളോ വ്യക്തികളോ അങ്ങനെ എന്താണെങ്കിൽ പോലും ഈ മഹാവിദ്യ ഉപയോഗിച്ച് കാണാനാകും. ഈ മഹാവിദ്യ ബ്രഹ്മദേവനിൽ നിന്നും ഉടലെടുത്തു. പിന്നീട് അത് മനുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. മനുവിൽ നിന്നും ചന്ദ്രദേവനിലേക്കും, ചന്ദ്രദേവനിൽ നിന്നും വിശ്വവസ്തുക്കളിലേക്കും, അവരിൽ നിന്നും അംഗാരവർണ്ണനിലേക്കും, അദ്ദേഹത്തിൽ നിന്നും ധനഞ്ജയനിലേക്കും എത്തി. പാണ്ഡവർക്ക് നേർവഴി ഉപദേശിച്ചു കൊടുക്കുന്നതിനായി ബ്രാഹ്മണശ്രേഷ്ഠനായ ധൗമ്യ മഹർഷി കുലഗുരുവായി പാണ്ഡവർക്ക് നൽകി. അംഗാരവർണ്ണ ഗന്ധർവൻ്റെ ഉപദേശത്തോടെ പാണ്ഡവർ ഗുരുവാക്കിയ ധൗമ്യ മഹർഷിയോട് ചേർന്ന് അർജുനൻ പാഞ്ചാലി സ്വയംവരത്തിന് പുറപ്പെടുകയും സ്വയംവര മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് പാഞ്ചാലിയെ വരിക്കുകയും ചെയ്തു.